ഒരു എന്താ പറയാ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടുണ്ടായ വിപ്ലവകരമായ ഒരു ചേഞ്ച്. അവർക്കാണെങ്കിൽ സേഫ്, അവരുടെ പൈസ ആരും എടുത്തോണ്ട് പോകില്ല, വീട്ടിൽ കൊണ്ടേ വെക്കില്ല, കള്ളം കൊണ്ടുപോകില്ല. ഈ സ്വപ്പിംഗ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ പോകുന്ന ആളുകൾക്ക് വളരെ സൗകര്യം. 2000 രൂപ കൊണ്ടുപോയി ചേഞ്ച് കിട്ടില്ല എന്നുള്ള പരാതിയില്ല, കാർഡ് ഉപയോഗിക്കുന്നു. ഇന്ന് ഈ സംവിധാനം നമ്മുടെ ചെറിയ കേരളത്തിലേക്ക് വന്നിരിക്കുന്നു. 100% സാക്ഷരതയുള്ള കേരളത്തിൽ പോലും ഏത് പെട്രോൾ പമ്പിൽ പോയാലും അത് കാർഡ് ഉപയോഗിക്കാന്ന് പറയുന്നു. ഏത് ചെറിയ കടകളിൽ പോയാലും ഇവൻ ക്ഷേത്രങ്ങളിൽ ഡൊണേഷൻ കൊടുക്കുന്ന കാര്യം പറയുന്നത് ക്യാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പർ തരാം, അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. കാരണം നമ്മുടെ ഇന്ത്യയിലെ പൊതുവെ ആളുകളുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്വഭാവം അണ്ടർ പ്രഷർ മാത്രമേ നമ്മൾ പെർഫോം ചെയ്യുള്ളൂ. കാരണം ഇന്ത്യക്കുള്ളിലാണ് പെർഫോം ചെയ്യുക. പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾ കേരളത്തിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ വളരെ എഫിഷ്യന്റ് ആയിട്ട് ഫംഗ്ഷൻ അണ്ടർ പ്രഷർ. ഇതുപോലുള്ള കാര്യങ്ങൾ അണ്ടർ പ്രഷർ മാത്രമേ നടക്കുള്ളൂ. ഡിജിറ്റൽ ബാങ്കിങ് വളരെ സേഫ് ആയിട്ടുള്ള മാർഗം. അപ്പൊ POS ടെർമിനൽ വളരെ കോമൺ ആണ്, എല്ലാവരും കണ്ടിരിക്കും. ആധാർ കാർഡ് ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു USSD ആധാർ കാർഡിലൂടെ നിങ്ങൾക്ക് ട്രാൻസാക്ട് ചെയ്യാം. രജിസ്റ്റർ ചെയ്യപ്പെടുന്ന നമ്പർ ആധാർ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആധാർ നമ്പറിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. UPI യിൽ നിങ്ങൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വെർച്വൽ ID ഉണ്ടാക്കുന്നത് എങ്ങനെയായിരിക്കും? നമ്മുടെ ഇമെയിൽ ID പോലെ ആയിരിക്കും. so&so അതിലൊന്നിങ്ങനെ ആളുടെ പേര് കൊടുക്കാം, മൊബൈൽ നമ്പർ കൊടുക്കാം, ആധാർ നമ്പർ കൊടുക്കാം. വെർച്വൽ ID ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സേവ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ആധാർ കാർഡിനെയും വരും കാലങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ഇമ്പോർട്ടൻസ് വളരെ 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 അധികമാണ്. പക്ഷെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പ്രത്യേകിച്ച് ഗവൺമെന്റ് സൈഡിൽ നിന്ന് കിട്ടുന്ന സബ്സിഡികൾ കിട്ടുന്ന കാര്യത്തിൽ, എസ്പെഷ്യലി കുക്കിംഗ് ഗ്യാസിന് സബ്സിഡി കിട്ടുന്ന കാര്യത്തിൽ ആധാർ കാർഡ് ലിങ്ക് ചെയ്യുമ്പോൾ കുക്കിംഗ് ഗ്യാസിന് സബ്സിഡി വരുന്ന സിസ്റ്റം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം നെറ്റിൽ കൂടെയാണ് നടക്കുന്നത്. മാനുവലായിട്ട് ഒരു വർക്ക് നടക്കുന്നില്ല. ഏത് അക്കൗണ്ടിലാണോ അവസാനമായി ആധാർ കാർഡ് ലിങ്ക് ചെയ്യുന്നത് ആ അക്കൗണ്ടിലേക്കായിരിക്കും നിങ്ങളുടെ സബ്സിഡി വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ റെഗുലറായി സബ്സിഡി കിട്ടുന്ന അക്കൗണ്ടില് പുതിയ ഏതെങ്കിലും നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു അതിൽ ആധാർ ലിങ്ക് ചെയ്താൽ ഉണ്ടാകുന്ന ചെറിയൊരു ബുദ്ധിമുട്ട്, നിങ്ങളുടെ കുക്കിംഗ് ഗ്യാസ് സബ്സിഡി അടുത്ത തവണ നെറ്റ് വഴി ഇങ്ങനെ വന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റ് വരുമ്പോഴേക്കും 2 അക്കൗണ്ടുകളിലേക്ക് ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്നത് കാണുന്നു. ഇതിൽ ഏത് അക്കൗണ്ടിലേക്ക് പോകണമെന്ന് ഒരു പക്ഷേ ആ പർട്ടിക്കുലർ പോയിന്റില് കമ്പ്യൂട്ടർ തിരിച്ചറിയാൻ സാധിക്കില്ല, ഫണ്ട് മടങ്ങി പോകുന്ന ചില സിസ്റ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ദയവ് ചെയ്ത് ആധാർ കാർഡ് കുക്കിംഗ് ഗ്യാസിന് സീഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ലിങ്ക് ചെയ്യപ്പെടുന്ന ആളുകൾ കഴിയുന്നതും നിങ്ങളുടെ എല്ലാ ട്രാൻസാക്ഷനും ആ അക്കൗണ്ടിൽ കൂടെ ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ പെരുമ്പാവൂരിൽ ഒരു ബ്ലോക്ക് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിൽ ഈ ഒരു കാരണം ഈ തൊഴിലുറപ്പ് പദ്ധതി അനുസരിച്ച് കിട്ടുന്ന വേതനം അവർക്ക് കിട്ടുന്നതിന് വേണ്ടി ആധാർ ലിങ്കേജ് വേണം. ചില ആളുകൾ കിട്ടുന്നില്ല എന്ന് പറയുന്നു. കാരണം മറ്റേതെങ്കിലും അക്കൗണ്ടിൽ ആ നമ്പർ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്, കുക്കിംഗ് ഗ്യാസ് സബ്സിഡി കിട്ടാതാവും. കുക്കിംഗ് ഗ്യാസ് സബ്സിഡി കിട്ടുന്ന അക്കൗണ്ട് അല്ലാതെ മറ്റൊരു അക്കൗണ്ട് ഈ ക്ലാഷസ് വരാണ്ടിരിക്കാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോലുള്ള ആളുകളാണ്. ആധാർ ലിങ്കേജ് കഴിയുന്നതും നിങ്ങളുടെ മെയിൻ അക്കൗണ്ടുമായിട്ട് തന്നെ ലിങ്ക് ചെയ്യുക. സബ്സിക്വന്റ് ആയിട്ട് മറ്റൊരു ബാങ്കിലേക്ക് പോയി കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അത് റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് നമ്മൾ പുറകെ നടക്കേണ്ടി വരും. അപ്പൊ ഇതാണ് ആധാർ കാർഡിന്റെ ലിങ്കേജ്. വരുന്ന കാലങ്ങളിൽ നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസും നടക്കാൻ പോകുന്നതും നമ്മുടെ ഐഡന്റിറ്റി അടക്കമുള്ള എല്ലാ കാർഡുകളും ആധാർ വഴിയായിരിക്കും വരാൻ പോകുന്നത്. ഈ കുക്കിംഗ് ഗ്യാസിന്റെ കാര്യത്തിൽ തന്നെ നിങ്ങൾക്കറിയാം, കുക്കിംഗ് ഗ്യാസ് സബ്സിഡി ഒരു കുടുംബത്തിന് പോകേണ്ട സബ്സിഡി അനുഭവിച്ചിരുന്ന മറ്റാളുകളായിരുന്നു. ഏതാണ്ട് ഗവൺമെന്റ് കിട്ടിയ 36,000 കോടി രൂപയാണ് ഈ കുക്കിംഗ് ഗ്യാസ് സബ്സിഡി ഇനത്തിൽ മാത്രം സേവ് ചെയ്തത്. അത് പുതിയ ആളുകൾക്ക് കുക്കിംഗ് ഗ്യാസ് കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റി. BPL ഫാമിലിക്ക് ഫ്രീ ആയിട്ട് കുക്കിംഗ് ഗ്യാസ് കൊടുക്കുന്നതിന് പറ്റി. എന്താ പറയാ, 36,000 കോടി എന്ന് പറയുകയാണെങ്കിൽ ഈ ഇമാജിൻ അത്ര വലിയ എമൗണ്ട്. അപ്പൊ ഏതൊക്കെ രീതിയിൽ അനാവശ്യ ചെലവുകൾ പ്ലഗ് ചെയ്യാമോ ഇതൊക്കെ ഈ പറയുന്ന ഡിജിറ്റൽ സിസ്റ്റം വഴി വരികയാണെങ്കിൽ ഹെൽപ്ഫുൾ ആകും. ഈ വാലറ്റിലേക്ക് ഒന്നുകൂടെ ഞാൻ മടങ്ങി വരാം. എല്ലാ പബ്ലിക് സെക്ടർ ബാങ്കുകളിലും എല്ലാ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലും ന്യൂ ജനറേഷൻ ബാങ്കുകൾക്കും ഈ വാലറ്റ്സ് ഉണ്ട്. അതിൽ വളരെ പ്രസിദ്ധമായ 2-3 ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബഡ്ഡി എന്നാണ്, മറ്റൊന്ന് യൂണിയൻ ബാങ്കിന്റെ ഡിജിപൾസ്. അങ്ങനെയുണ്ട് പ്രൈവറ്റ് പാർട്ടീസ്. അതിൽ പേടിഎം ആണ് ഇന്ന് നിലവിലുള്ള ഏറ്റവും വളരെ ഭംഗിയായി നടത്തുന്ന ഒരു സിസ്റ്റം. പേടിഎമ്മിന്റെ പ്രത്യേകത, ഈ വാലറ്റിന്റെ പ്രത്യേകത, നിങ്ങളുടെ നിലവിലുള്ള അക്കൗണ്ടിൽ നിന്നും നിങ്ങളുടെ ഈ വാലറ്റിലേക്ക്, നിങ്ങളുടെ പേഴ്സിലേക്ക്
നിങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ കീപ്പ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്നായിരിക്കും ചെലവുകൾ വരിക. നിങ്ങളുടെ അക്കൗണ്ടിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും വേറെ എവിടേക്ക് പാസ് ഓൺ ചെയ്യില്ല. പക്ഷെ ബാങ്കിന്റെ, അതായത് പബ്ലിക് സെക്ടർ ബാങ്കിന്റെ അടക്കമുള്ള ബാങ്കുകളുടെ ഈ വാലറ്റിന്റെ പ്രത്യേകത, നിങ്ങളുടെ അക്കൗണ്ടിൽ നിലവിൽ ഡെബിറ്റ് കാർഡുള്ള അക്കൗണ്ടിൽ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രം അവിടുന്ന് മാത്രമേ നിങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ക്രെഡിറ്റ് കാർഡിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സിന് ഈ പറയുന്ന പോലെ DG പേഴ്സിലാണെന്നുണ്ടെങ്കിലും യൂണിയൻ ബാങ്കിന്റെ DG പേഴ്സിലോ സ്റ്റേറ്റ് ബാങ്കിന്റെ ബഡ്ഡിയിലോ ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അത് പെർമിറ്റഡ് അല്ല ഫോർ ദ ടൈം ബീയിങ്. പേടിഎമ്മിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് മണി ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വാലറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഫണ്ട് ആഡ് ചെയ്യാം. അപ്പൊ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് കൂടുതൽ സൗകര്യം ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഫണ്ട് ആഡ് ചെയ്യാനായിരിക്കും. അത് മാത്രമല്ല, അതിനുശേഷം പേയ്മെന്റ് നടത്തുന്നത്, ഇപ്പം നമ്മുടെ കേരളത്തിലെ എല്ലാ കാര്യത്തിലും തടസ്സങ്ങളുണ്ട്. കേരളത്തിൽ വെളിയിൽ പോയാൽ ഇന്ന് യാത്ര ചെയ്യാൻ ഏറ്റവും സൗകര്യം ഉബർ അല്ലെങ്കിൽ ഒലേ പറയുന്ന ടാക്സി സിസ്റ്റത്തിലൂടെയാണ്. സാധാരണ കൊടുക്കുന്ന റേറ്റിന്റെ പകുതി കൊടുത്താൽ മതി. ഇതിന്റെ പേയ്മെന്റ് പോലും ഡയറക്റ്റായിട്ട് പോകുന്നത് ഡിജിറ്റൽ ബാങ്കിംഗ് കൂടെ. നേരെ പേയ്മെന്റ് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നേരത്തെ ഫിക്സ് ചെയ്യാം. പേടിഎം വഴി അല്ലെങ്കിൽ യൂണിയൻ ബാങ്കിന്റെ DG പേഴ്സ് വഴി ബഡ്ഡി വഴി നേരത്തെ ഫിക്സ് ചെയ്താൽ നിങ്ങളുടെ ജേർണി തുടങ്ങുന്ന മുതൽ കൗണ്ട് ചെയ്യും. ജേർണി കഴിയുമ്പോഴേക്കും അതിന്റെ ചാർജസ് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ വാലറ്റിൽ നിന്ന് അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. 100% നിങ്ങളുടെ കയ്യിൽ പൈസ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഡിജിറ്റൽ ബാങ്കിങ്ങിനെ കുറിച്ച് പറയുന്നതിനുള്ളത്. ഇതിന് പുറമെ ഒരു കാര്യം കൂടെ, ഞാൻ എന്റെ പേര് ആദ്യമേ പറയുന്നുണ്ട്. എന്റെ പേര് ജയമോഹൻ നായർ. എന്റെ മൊബൈൽ നമ്പർ ദയവായി നിങ്ങൾ നോട്ട് ചെയ്യുക. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും, ഇത് മാത്രമല്ല ബാങ്കിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പൊ നിലവിൽ വർക്ക് ചെയ്യുന്ന ഓഫീസ് ഇതിനു വേണ്ടി മാത്രം ഉള്ളൊരു ഓഫീസാണ്. റിസർവ് ബാങ്കിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നു. എന്റെ മൊബൈൽ നമ്പർ 9388853487 9388853487. നിങ്ങളുടെ ഡിജിറ്റൽ ബാങ്കിങ്ങിന്റെ ബാങ്കിംഗ് സംബന്ധമായ നിങ്ങളുടെ ഏത് സംശയങ്ങളും ഏത് സമയത്തും നിങ്ങൾക്ക് എന്റെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. എന്റെ ഓഫീസ് പെരുമ്പാവൂരിലെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിന്റെ മുകളിലൊരു ഓഫീസാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസ് മാനേജ് ചെയ്യുന്ന യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. എന്റെ ഈ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ബാങ്ക്, അതായത് ഇപ്പൊ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഡിജിറ്റൽ ബാങ്കിങ്ങിന് വേണ്ടി തുടങ്ങി വെച്ചിരിക്കുന്ന പ്രോഡക്ട്സുകളെ കുറിച്ച് ചെറിയൊരു സ്ലൈഡ് ഷോ ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ആയിട്ടൊന്ന് കാണാം. യൂണിയൻ ബാങ്കാണ്, എറണാകുളത്തെ DDC ബാങ്കാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ 5ാമത്തെ പ്രഥമ എന്താ പറയാ പബ്ലിക് സെക്ടർ ബാങ്കാണ്. ഇത് നോക്കിക്കോളൂ. പോയിന്റ് ഓഫ് സെയിൽസ്, പേയ്മെന്റ് ഗേറ്റ്വേ സൊല്യൂഷൻസ്, ATMs, ക്രെഡിറ്റ് കാർഡ്സ്, ഡെബിറ്റ് കാർഡ്സ്, സെൽഫി അക്കൗണ്ട് ഓപ്പണിംഗ്. സ്വന്തം അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ നിങ്ങൾ ഫോട്ടോ ആയിട്ട് പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ മൊബൈൽ വെച്ച് നിങ്ങൾക്ക് സെൽഫി എടുത്തിട്ട് ആ ഫോട്ടോയിൽ കൂടെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാം. വളരെ നൂതനമായ ഒരു ഇൻട്രഡക്ഷൻ ആണ്. അത് മാത്രമല്ല, യൂണിയൻ ബാങ്കിന്റെ ഇന്റർനെറ്റ് ബാങ്കിംഗ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ പാസ്വേഡും IDയും നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ജനറേറ്റ് ചെയ്യാം. ഈ സംവിധാനം ചെയ്യുന്ന അപൂർവ ചില ബാങ്കുകളിൽ ഒന്നാണ് യൂണിയൻ ബാങ്ക്. നിങ്ങൾക്ക് ഇന്റർനെറ്റ് ബാങ്കിന്റെ പാസ്വേഡും അതുപോലെ തന്നെ IDയും നിങ്ങൾക്ക് സാധാരണ രീതിയിൽ പോസ്റ്റിൽ വരികയാണ് ചെയ്യുന്നത്. അത് വേണ്ട, ഇത് നിങ്ങൾക്ക് സെൽഫ് ജനറേഷൻ ആണ്. നിങ്ങളുടെ നെറ്റിൽ പോയി നിങ്ങൾക്ക് സെൽഫ് ജനറേറ്റ് ചെയ്യാം. അരമണിക്കൂർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. വളരെ എളുപ്പമാണ്. ATMൽ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ക്യാഷ് വിഡ്രോവൽ, ഫാസ്റ്റ് ക്യാഷ്, ഗ്രീൻ പിൻ ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങള്, മിനി സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് എൻക്വയറി, വാല്യൂ ആഡഡ് സർവീസ്. ATMൽ കൂടെ മൊബൈൽ റീചാർജ് ചെയ്യാം, ബിൽ പേയ്മെന്റ്, മൊബൈൽ രജിസ്ട്രേഷൻ, ക്യാഷ് ട്രാൻസാക്ഷന്, NEFT, IMPS, ഡയറക്ട് ടാക്സ് പേയ്മെന്റ്, സ്റ്റേറ്റ്മെന്റ് റിക്വസ്റ്റ്, ചെക്ക് ബുക്ക് റിക്വസ്റ്റ്. ഒരു ATMൽ കൂടെ ഇത്ര അധികം കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ATMൽ കൂടെ സാധാരണഗതിയിൽ ആളുകൾ ആകെ ചെയ്യുന്നത് രൂപ എടുക്കുക മാത്രമാണ്. ആ സ്ക്രീൻ ഇനിയെങ്കിലും ATMൽ പോകുമ്പോഴേക്കും ആ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ഓപ്ഷൻ ഉണ്ട്. വളരെ പെട്ടെന്ന് ഈവൻ BSNL ഒക്കെ മൊബൈൽ ചാർജിംഗ് വളരെ ഈസി ആയിട്ട് ഇത് സാധിച്ചെടുക്കാം. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ATMന്. പോയിന്റ് ഓഫ് ടെർമിനൽ ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് എല്ലാ ചെറിയ ഗ്രാമങ്ങളിൽ പോലും POS വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ബോംബെയിലെ കാര്യം പറഞ്ഞു. ബോംബെ ഒരു മേജർ സിറ്റിയാണ്.
ഉത്തർപ്രദേശിലെയും അതുപോലെ ബീഹാറിലെയും വരെ വളരെ ഗ്രാമപ്രദേശങ്ങളിൽ ഈ POS ചെറിയ കടകളിൽ പോലും നിങ്ങൾക്ക് ക്യാഷ് ഡ്രോ ചെയ്യുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ക്യാഷ് ഡ്രോ ചെയ്യാൻ വേണ്ടി വളരെ ഇനി വരുന്ന കാലങ്ങളിൽ POSന്റെ സർവീസ് വളരെ അധികമായിരിക്കും. ഇന്റർനെറ്റ് ബാങ്കിങ്ങിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. സെൽഫ് ID പാസ്വേഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ ഈവൻ മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് സൗകര്യം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നേ. വലിയ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇന്റർനെറ്റ് ബാങ്ക് സൗകര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. മൊബൈൽ ബാങ്കിംഗ് കൂടെ ഉപയോഗിക്കാവുന്ന എമൗണ്ടിന് ലിമിറ്റേഷൻസ് ഉണ്ട്. UPI കൂടെ ഫണ്ട് ട്രാൻസ്ഫർ ലിമിറ്റേഷൻ ഉണ്ട്. USSD കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഇന്റർനെറ്റ് ബാങ്കിങ്ങിന്റെ വളരെ അധികമായത് കാരണം പൊതുവെ ബിസിനസ്സുകാർ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് ബാങ്കിങ് ആയിരിക്കും. സേഫ് മെത്തേഡാണ്. പക്ഷെ ക്വിക്കർ മോഡില് കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്നതുകൊണ്ടാണ് കൂടുതലും മൊബൈൽ ബാങ്കിങ് കൂടുതൽ ബാങ്കുകൾ ആവശ്യപ്പെടുന്നത്. ഡിജിറ്റൽ ബാങ്കിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് വരാൻ പോകുന്നത് മൊബൈൽ ബാങ്കിങ് തന്നെയായിരിക്കും. നോക്കിക്കോളൂ, ഇന്റർനെറ്റ് ബാങ്കിങ്ങിന്റെ ലിമിറ്റ്സ് ഇതൊക്കെയാണ്. റീറ്റെയിൽ യൂസർ സാധാരണക്കാരായ ആളുകൾക്ക് ദിവസം 3 ലക്ഷം വരെ ട്രാൻസ്ഫർ ചെയ്യാം ഡെയിലി. ഒരു മാസം 12 ലക്ഷം വരെ. കോർപ്പറേറ്റീവ് കമ്പനികൾ കാണുന്നുണ്ടെങ്കിൽ ഡെയിലി 5 ലക്ഷം രൂപ വരെ, ഒരു മാസം 2 കോടി രൂപ വരെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും ബാങ്കിൽ പോകാതെ. മൊബൈൽ ബാങ്കിങ് ഏറ്റവും അധികം നമ്മളിവിടെ ചർച്ച ചെയ്ത മൊബൈൽ ബാങ്കിങ് ആണ്. ഒരുപാട് സൗകര്യങ്ങൾ, ഫണ്ട് ട്രാൻസ്ഫർ, ബാലൻസ് എൻക്വയറി, മിനി സ്റ്റേറ്റ്മെന്റ്, മൊബൈൽ റേഞ്ച്, ബിൽസ് പേയ്മെന്റ്, ഫീ പേയ്മെന്റ്, IMPS ട്രാൻസ്ഫർ, ഡെബിറ്റ് കാർഡ് ബ്ലോക്കിംഗ് ആൻഡ് ഓൾസോ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്കിംഗ് രണ്ടും ചെയ്യാം. ചെക്ക് ബുക്ക് റിക്വസ്റ്റ്, ഓൺലൈൻ പർച്ചേസസ്. ചെക്ക് ബുക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ കൂടെ തന്നെ മൊബൈൽ ബാങ്കിംഗ് കൂടെ റിക്വസ്റ്റ് നടത്താം. സ്റ്റേറ്റ്മെന്റിന് വേണ്ടി ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. മൊബൈൽ ബാങ്കിങ് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന ഒരു സിസ്റ്റമാണ്. UPI കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിരുന്നു. UPIയുടെ മാക്സിമം ഇതുപോലെ തന്നെയാണ്. നിങ്ങളുടെ മാക്സിമം ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് പെർ ഡേ 1 lakh. 1 ലക്ഷത്തിൽ കൂടുതൽ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഇതിനൊക്കെ പ്രത്യേകത. ഇന്റർനെറ്റ് ബാങ്കിങ്ങും UPI സിസ്റ്റം, USSD, IMPS ഉണ്ട് സ്ലൈറ്റ് വേരിയേഷൻ. ഒരു പക്ഷേ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ലിമിറ്റേഷൻസിലാണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. USSD ഞാൻ പറഞ്ഞു, ആ മൊബൈൽ നമ്പർ നോക്കി ഈ നമ്പറിൽ കൂടെ മാത്രം നിങ്ങൾക്ക് ചെയ്യാം. ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റേഷൻ ഉണ്ട്. 5000 രൂപയിൽ കൂടുതൽ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു മാസം 25,000 രൂപയിൽ കൂടുതൽ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിൽ കൂടുതൽ എമൗണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു മോഡിലേക്ക് പോകേണ്ടി വരും. IMPS-നെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇൻസ്റ്റാന്റ് മണി ട്രാൻസ്ഫർ ആണ്. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ 1 മിനിറ്റിനുള്ളിൽ ഫണ്ട് അവിടെ കിട്ടിയെന്ന് പോലും നമുക്ക് മെസ്സേജ് വരും. അത്ര സേഫ് ആയിട്ടുള്ള മാർഗം. വളരെ ക്വിക്കാണ്. ഏത് ബാങ്കിന്റെ അക്കൗണ്ട്. മറ്റൊന്ന് ECS. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും സ്ഥിരമായ ഒരു എമൗണ്ട് നിങ്ങൾക്ക് സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കണമെങ്കിൽ ECS രജിസ്റ്റർ ചെയ്താൽ മതി. നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ കൃത്യമായ ദിവസങ്ങളിൽ ആ പൈസ മാറ്റിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഹൗസിംഗ് ലോണിന്റെ പേയ്മെന്റ് അടയ്ക്കുക, കാർ ലോൺ എടുക്കുകയാണെങ്കിൽ പേയ്മെന്റ് അടയ്ക്കുക. ECS സിസ്റ്റം വളരെ എഫക്റ്റീവാണ്. ചെക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഒരു തവണ ECS രജിസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ ഫണ്ട് ട്രാൻസ്ഫർ, നിങ്ങളുടെ ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് വളരെ സേഫായി യാതൊരു തടസ്സം കൂടാതെ നടന്നോളും. RTGS, NEFT വ്യത്യാസങ്ങളും ഏതൊക്കെ രീതി ചെയ്യാന്നുള്ള കാര്യം ഞാൻ വിവരമായിട്ട് പറഞ്ഞു. മറ്റൊന്ന് പാസ്ബുക്ക്. അതായത് നിങ്ങളുടെ പാസ്ബുക്ക് ബാങ്കിൽ പോയി പ്രിന്റ് ചെയ്ത് മേടിക്കണ്ട. പാസ്ബുക്കില് നിങ്ങൾ എൻട്രി ചെയ്താൽ നിങ്ങളുടെ ആ ബാങ്കിലുള്ള എല്ലാ അക്കൗണ്ടുകളും നിങ്ങളുടെ ഇതില് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ യൂസ് ചെയ്യാം. പാസ്ബുക്ക് എന്നുള്ള ആ പറയുന്ന എല്ലാ ബാങ്കുകൾക്കും ഉണ്ട്. ഇത് ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ആ ബാങ്കിന്റെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ ഈ പറയുന്ന പാസ്ബുക്ക് വഴി നിങ്ങളുടെ ബാങ്കിലെ എല്ലാ അക്കൗണ്ടുകളുടെ ട്രാൻസാക്ഷൻസും ഈവൻ ഇൻക്ലൂഡിംഗ് ലോണിന്റെ അതുപോലെ തന്നെ ടൈം ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ പോലും ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വെരിഫൈ ചെയ്യാം. പാസ്ബുക്കിന്റെ ആവശ്യമേ ഇല്ല. കാരണം ഈ മരങ്ങൾ വെട്ടിയുണ്ടാക്കി അതിന്റെ പൾപ്പ് കൊണ്ടാണ് പേപ്പർ ഉണ്ടാക്കുന്നത്. പേപ്പർ ലാഭിക്കാം. മരങ്ങളെ വെട്ടേണ്ട കാര്യമില്ല. നമുക്ക് ഇതും ഡിജിറ്റൽ ബാങ്കിങ്ങിന്റെ ഒരു എന്താ പറയുക നൂതന മാർഗമാണ് പാസ്ബുക്ക്. കാരണം പാസ്ബുക്ക് കൈകൊണ്ട് അടക്കമാണ്. ബാങ്കിൽ പോകണ്ട, പ്രിന്റിൽ മേടിക്കേണ്ട, ഓൺലൈൻ നെറ്റ് സ്ലോ ആണെന്ന് പറയുന്ന പരാതിയില്ല. വളരെ എളുപ്പമാണ്. ഡിജിപെഡ്സ്, യൂണിയൻ ബാങ്കിന്റെ വാലറ്റാണ് ഡിജിപെഡ്സ്. വളരെ സൗകര്യമായ ഒരു സിസ്റ്റമാണ്. അതിന്റെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. വളരെ ഭംഗിയായിട്ട് കൊണ്ടുനടക്കാം. ഡിജിപെഡ്സ് ട്രാൻസ്ഫർ ചെയ്ത ശേഷം നിങ്ങൾക്ക് പേയ്മെന്റ് ഏത് സിസ്റ്റത്തിൽ കൂടെ നടത്താം.
സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഇപ്പൊ ബാങ്കിൽ പോയി നിങ്ങൾക്ക് ക്യൂ നിന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല. ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഫോട്ടോ തന്നെ നിങ്ങൾക്ക് സെൽഫി എടുത്ത് അത് അപ്ലോഡ് ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും ഡിജിറ്റലായി ചെയ്യുന്നു. ഇവൻ അക്കൗണ്ട് ഓപ്പണിംഗ് പോലും ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പുതുക്കാം. വളരെ എളുപ്പമാണ്. യൂണിക് സെൽഫി ഞാൻ ആദ്യമേ പറഞ്ഞു. യു കൺട്രോൾ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ്, യു കൺട്രോൾ മെയിൻലി ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡിന്റെ പ്രത്യേകത ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്ത് തരികയാണ്. ആ തുകയ്ക്ക് വരെ നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ സാധനങ്ങൾ മേടിക്കാം. അതിന്റെ പേയ്മെന്റിന് വേണ്ടി 45 ഡേയ്സ് വരെ സമയം കിട്ടും. ഡെബിറ്റ് കാർഡ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടായിരിക്കണം. ആ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫണ്ട് ഉപയോഗിക്കാം. ക്രെഡിറ്റ് കാർഡിന് വേണ്ടി ക്രെഡിറ്റ് കാർഡ് ഈ പറയുന്ന യു കൺട്രോളിൽ പോയി കഴിയുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ യൂസേജസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സമയത്ത് നിങ്ങളുടെ കാർഡ് നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യാം. അതുപോലെ തന്നെ കാർഡിന്റെ ഡീറ്റെയിൽസ്, അൺബിൽഡ് ട്രാൻസാക്ഷൻസ്, ഇതിനു മുമ്പ് നടന്ന പേയ്മെന്റ് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഈ പറയുന്ന ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. And finally, we are ready to serve you. And ഞാൻ ഇത്രയും ഇവിടെ വന്ന് നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ ബാങ്കിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ക്യാഷ്ലെസ് ബാങ്കിങ്ങിനെ കുറിച്ച് എനിക്ക് ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി തന്ന ഇതിന്റെ ഭാരവാഹികളോടും ഇന്നത്തെ ശ്രീ കുമ്മനജി, ശ്രീ രാധാകൃഷ്ണൻ ഇവരോട് നന്ദി പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ചോദ്യം വന്നിരിക്കുന്നത് KYC എന്നാൽ എന്ത്? KYCയുടെ ഫുൾ ഫോം എന്താ? നോ യുവർ കസ്റ്റമർ. അതായത് ബാങ്കിൽ എവിടെ അക്കൗണ്ട് തുടങ്ങാൻ പോയാലും നമ്മൾ എന്ത് തുടങ്ങിയാലും നമ്മുടെ വിവരങ്ങൾ നമ്മൾ പാസ്വേഡ് ചെയ്യണം. KYC വരാൻ തന്നെ കാരണം നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഇല്ലാത്ത സമയത്ത് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോഴേക്കും ബാങ്കിൽ നേരിട്ട് പോകും, എല്ലാ കാര്യങ്ങളും മാനുവലായിട്ട് ചെയ്തു, ആളെ തിരിച്ചറിയാൻ വേണ്ടി എളുപ്പമുണ്ടായിരുന്നു. നെറ്റ് ബാങ്കിങ് പോലുള്ള സൗകര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രാജ്യത്ത് ഗ്രാജുവലായി ടെററിസം പോലെ ആള് ഒരുപാട് വന്നു. ഇതിനൊക്കെയുള്ള ഫണ്ട് എവിടുന്ന് വരുന്നു എന്ന് അന്വേഷിച്ചപ്പോഴാണ് ബാങ്കിലെ അക്കൗണ്ടിൽ കൂടെയാണ് ഈ ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത് കണ്ടുപിടിച്ചത്. അങ്ങനെയുള്ള അക്കൗണ്ടുകൾ തെരഞ്ഞു പിടിച്ച് അന്വേഷിച്ച് ചെന്നപ്പോ അങ്ങനെ ആളുമില്ല, അഡ്രസ്സും ഇല്ല, ഒന്നുമില്ല. അതായത് ബോഗസ് നെയിമിൽ അക്കൗണ്ട് തുടങ്ങി ഇത് കോടിക്കണക്കിന് രൂപ ട്രാൻസാക്ട് ചെയ്ത് നമ്മുടെ രാജ്യത്തിന്റെ രാജ്യം നശിപ്പിക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെലവാക്കിയിരിക്കും. അതിനുശേഷമാണ് KYC എന്നുള്ള കാര്യം നിർബന്ധമാക്കിയത്. അതായത് നിങ്ങളുടെ എന്ത് തുടങ്ങിയാൽ അക്കൗണ്ട് തുടങ്ങിയാൽ നിങ്ങളെ അതിനുശേഷം കണ്ടുപിടിക്കണമെങ്കിൽ അതിനാവശ്യമായുള്ള റെക്കോർഡ് നിങ്ങൾ ബാങ്കിൽ കൊടുക്കണം. അതില്ലാതെ അക്കൗണ്ട് തുറക്കാൻ സമ്മതിക്കില്ല. അതാണ് നോ യുവർ കസ്റ്റമർ. അതിന്റെ ഡോക്യുമെന്റ്സ് പറയുന്നുണ്ട്. ID പ്രൂഫും വേണം, അതായത് ഐഡന്റിറ്റി പ്രൂഫും വേണം, അഡ്രസ് പ്രൂഫും വേണം. ID പ്രൂഫുകൾ എന്താണ്? നിങ്ങളുടെ വോട്ടേഴ്സ് കാർഡ് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്, അല്ലെങ്കിൽ പാസ്പോർട്ട് ഉണ്ട്. ഇതൊന്നും ഇല്ലാന്നെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ID കാർഡ് കൊടുക്കുക. ഇനി ഇതൊന്നും ഇല്ലാത്തവർക്ക് ലോക്കൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷന്റെ സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തി എടുത്ത് ഇതുണ്ടെങ്കിൽ മതിയാവാം. അഡ്രസ് പ്രൂഫ്, ID പ്രൂഫിന്റെ അഡ്രസ് ആയിരിക്കില്ല ഒരു പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ അഡ്രസ് പ്രൂഫ് അത് കാണിക്കുക. എന്താണ്? ടെലിഫോണിന്റെ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ അഡ്രസ്, ഇതെല്ലാം നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് ആയിട്ട് വരും. ഈ കാര്യങ്ങൾ ആ ഡോക്യുമെന്റ്സിനാണ് KYC ഡോക്യുമെന്റ്സ്. KYC എക്സിസ്റ്റ് ചെയ്യാൻ കാരണം ഇതാണ്. KYC ഒരിക്കൽ കൊടുത്താൽ അത് 2 വർഷമോ 3 വർഷത്തിലോ ഒരിക്കൽ പുതുക്കി കൊടുക്കേണ്ടതും നിങ്ങളുടെ ബാധ്യതയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ടെലിഫോൺ കമ്പനികൾ മൊബൈൽ കണക്ഷൻ വേണമെങ്കിൽ പണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ രൂപ കൊടുത്താൽ നിങ്ങൾക്ക് മൊബൈൽ കണക്ഷൻ വേണ്ടതല്ല. KYC ഡോക്യുമെന്റ് കൊടുക്കണം. KYC ഡോക്യുമെന്റ് വർഷാവർഷം 2 വർഷത്തിലേക്ക് പുതുക്കി കൊടുത്തില്ലെങ്കിൽ മൊബൈൽ കണക്ഷൻ നിങ്ങൾ കട്ടി. ഇതാണ് KYC ഡോക്യുമെന്റ്. നെറ്റ് ബാങ്കിങ്ങിൽ ചാർജസ് ഉണ്ടോ ചോദിച്ചിട്ടുണ്ട്. നെറ്റ് ബാങ്കിങ്ങിൽ ചാർജസ് ഉണ്ട്. ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ബാങ്ക് ടു ബാങ്ക്. പക്ഷെ നെറ്റ് ബാങ്കിങ്ങിന് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന തുകയെ ബേസിലായിരിക്കും സ്ലാബ് സിസ്റ്റത്തിലായിരിക്കും ചാർജ് വരിക. എന്നാൽ നിങ്ങളുടെ സ്വന്തം, അതായത് ബാങ്കിൽ പോയിട്ട് നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഉപയോഗിക്കാൻ മാത്രമേ ചാർജ് വരുള്ളൂ. ഫണ്ട് ട്രാൻസ്ഫറിന് നിങ്ങൾ തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പിൽ കൂടെയോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ കൂടെയോ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ കൂടെയോ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചാൽ ഒരു പൈസ പോലും ചാർജ് ഇല്ല. ഇറ്റ് ഈസ് 100%. രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ബാങ്കിന് മുന്നിൽ പോയി ചെക്ക് ചെയ്ത് ഒപ്പിട്ട് കൊടുത്ത് RTGS അല്ലെങ്കിൽ NEFT അയക്കുന്നത് നെറ്റ് ബാങ്കിങ് ആണ്. നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങളുടെ ലാപ്ടോപ്പിൽ കൂടെയോ മൊബൈലിൽ കൂടെയോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതും RTGS NEFT സിസ്റ്റത്തിൽ കൂടെ തന്നെയാണ്. നമ്മൾ സ്വന്തം നമ്മുടെ മൊബൈൽ, നമ്മുടെ ലാപ്ടോപ്പ്, മൊബൈൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലൂടെ ചെയ്യുന്ന ട്രാൻസാക്ഷന് ചാർജ് ഇല്ല. നേരെ മറിച്ച് ബാങ്കിൽ പോയി RTGS അല്ലെങ്കിൽ NEFT പോലെ ചാർജ് ചെയ്യാൻ ചാർജ് ചെയ്യും. 2 രീതിയിലുള്ള ചാർജാണ് വരുന്നത്. അത് സ്ലാബ് സിസ്റ്റത്തിലായിരിക്കും.
പ്രൊമോ കോഡ് എന്താണ്? സാധാരണ നിങ്ങൾ സാധനങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം, ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് സിനിമ തിയേറ്ററിൽ ബുക്ക് ചെയ്യാം, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഈ പറയുന്ന സമയത്ത് ഇന്ന് കോമ്പറ്റീഷൻ എല്ലാ ഫീൽഡിലും ഉണ്ട്. സ്റ്റിഫ് കോമ്പറ്റീഷൻ. ഫ്ലൈറ്റ്സ് ആണെങ്കിൽ ഒരുപാട് ഫ്ലൈറ്റ്, ജെറ്റിനുണ്ട്, ഇൻഡിഗോ ഉണ്ട്, ഗോ എയർ ഉണ്ട്, ഈവൻ ഇന്ത്യൻ എയർലൈൻസ്, ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് അതാണെങ്കിലും ഉണ്ട്, എമിറേറ്റ്സ്, അതുപോലെ എതിഹാദ്. ഇവർക്കൊക്കെ അതാത് സമയങ്ങളിൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുന്നതിന് വേണ്ടി ചില പ്രൊമോഷൻ കോഡ് ഉപയോഗിക്കും. ആ പ്രൊമോഷൻ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാർജസിൽ ചില കുറവുകൾ കിട്ടും, ചില ഡിസ്കൗണ്ടുകൾ കിട്ടും. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക കോഡ് നമ്പറാണ്. അത് അതാത് സമയത്ത് എപ്പോഴും ഉണ്ടാവില്ല ഫെസിലിറ്റി, ആ പ്രൊമോഷൻ കോഡ്. അപ്പൊ നിങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഫൈനൽ ക്ലിക്കിന് മുമ്പ് ഉണ്ടാവും പ്രൊമോഷൻ കോഡ് ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെന്ന് ആ പ്രൊമോഷൻ കോഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ പറയുന്ന ഡിസ്കൗണ്ട് ഫെസിലിറ്റി കിട്ടും. അതാണ് പ്രൊമോഷൻ കോഡ്. പ്രൊമോ കോഡ് ആണ്, പ്രൊമോഷൻ കോഡാണ് ഇത് ഫുൾ ഫോം. USSD അതില് ആ ഇതിൽ പറഞ്ഞിരുന്നു *99 എന്നുള്ള ഇതിനെ ഡൗൺലോഡ് ചെയ്യാൻ ആൻഡ്രോയിഡ് വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ പറയുന്ന രണ്ട് രീതിയിൽ ഈ സിസ്റ്റം വർക്ക് ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ. ഇതല്ലെങ്കിൽ തന്നെ ഈ നമ്പർ വെറുതെ വിളിച്ചാൽ മതി. ഇതിന് ആൻഡ്രോയിഡ് ഫോൺ വേണം നിർബന്ധം. ആധാർ രജിസ്റ്റർ ചെയ്തത് സീറോ ബാലൻസ് അക്കൗണ്ടിൽ. ഈ അക്കൗണ്ടിൽ തന്നെ നെറ്റ് ബാങ്കിംഗ് സാധ്യമാണോ? ഇതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കുക. സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി ബാങ്കുകൾ എന്തിന് നിങ്ങൾക്ക് പെർമിഷൻ തന്നു? നിങ്ങളുടെ കൈവശം ആ സമയത്ത് അക്കൗണ്ട് തുടങ്ങാൻ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങി. അതിന്റെ അർത്ഥം അക്കൗണ്ട് സീറോ ബാലൻസിൽ നിർത്തണം എന്നുള്ളതല്ല. അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്ത് അക്കൗണ്ടിൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഭാവിയിൽ ബാക്കിയുള്ള സൗകര്യങ്ങൾ കിട്ടുള്ളൂ. ഇപ്പൊ നെറ്റ് ബാങ്ക് ആധാർ ലിങ്ക് ചെയ്തു. ആധാർ ലിങ്ക് ചെയ്ത ശേഷവും ഈ പറയുന്ന സീറോ ബാലൻസ് അക്കൗണ്ടിൽ നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോവാം. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, അക്കൗണ്ടില് ഓപ്പറേഷൻസ് വേണം. അക്കൗണ്ടിൽ ഓപ്പറേഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ആയിട്ട് കിടക്കുന്ന ഒരു അക്കൗണ്ടിൽ ഈ പറയുന്ന നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി തരുന്നതിന് വേണ്ടി ചിലപ്പോൾ ബാങ്ക് പെർമിറ്റ് ചെയ്യും. അപ്പൊ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യണം. അക്കൗണ്ട് നിർബന്ധമായിട്ട് ഓപ്പറേഷൻ ഉണ്ടാവണം. അപ്പൊ സീറോ ബാലൻസ് അക്കൗണ്ടില് തുടങ്ങിയതിനു ശേഷം ഓപ്പറേഷനുള്ള അക്കൗണ്ടിൽ നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഇവാറ്റ് ഉപയോഗിക്കുമ്പോൾ അതേവഴിക്ക് തന്നെ ATM യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുവഴിയാകുമ്പോൾ ഫണ്ട് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുമോ? അപ്പൊ ഒരേ സമയം നടത്താൻ പറ്റുമോ? ഇവാറ്റ് ഉപയോഗിക്കുന്ന സമയത്ത്, അതായത് ബഡ്ഡി എന്ന സിസ്റ്റം ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ ഒപ്പം തന്നെ ATM വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? കാരണം ഈ വാറ്റ് സാധാരണ ഉപയോഗിക്കുന്നത് എസ്പെഷ്യലി കേരള ഗവൺമെന്റിന്റെ ഫണ്ടുകളുടെ ഫണ്ട് ട്രാൻസ്ഫർ സ്പെസിഫിക് ആയിട്ട് തന്നെ ബാങ്കിന്റെ പേര് തന്നെ പറയും. ഇന്ന ബാങ്കുമായിട്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി. മൊബൈലിൽ കൂടെ ATM-ൽ കൂടെ നിങ്ങൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന റെസീറ്റ് മാത്രമായിരിക്കും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വയ്ക്കാനുള്ള ഒരു റെക്കോർഡ്. ഒരു പക്ഷേ ATM-നുള്ളിൽ ആ പേപ്പർ തീർന്നു പോയെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് റെസീറ്റ് പോലും കിട്ടില്ല. അപ്പൊ ATM-ൽ കൂടെ രണ്ടിൽ കൂടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ബട്ട് സേഫസ്റ്റ് മോഡ് ഈ വാറ്റ് ട്രാൻസ്ഫർ ആണ്. കാരണം നിങ്ങൾക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള റെക്കോർഡുകൾ ഉണ്ടാവും. അപ്പൊ ഓൾവേസ് പ്രിഫറബിൾ ഈ വാറ്റിൽ കൂടെ പോകുന്നതാണ്. ATM-ൽ കൂടെ പോകുമ്പോഴേക്കും ഉള്ള ഒരേ ഒരു ബുദ്ധിമുട്ട്, നിങ്ങളുടെ അക്കൗണ്ട് ചാർജ് ചെയ്യുമ്പോഴും നിങ്ങളുടെ കയ്യിൽ റെക്കോർഡ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. മൊബൈലിൽ NFC ഉപയോഗിച്ച് എങ്ങനെയാണ് പേയ്മെന്റ് നടത്തുന്നത്? വിദേശ രാജ്യങ്ങളിൽ ഇത് വ്യാപകമാണ് എന്ന് കേട്ടു. എനിക്ക് NFC എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നെഫ്റ്റ് ആണ് ഉദ്ദേശിച്ചത്. NEFT ഞാൻ പറഞ്ഞു. NEFT, RTGS രണ്ട് സിസ്റ്റമാണ്.
നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് സിസ്റ്റമാണ്. നമ്മളുടെ ഫണ്ട് ട്രാൻസ്ഫർ, നമ്മൾ ബാങ്കിൽ പോയി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതും NEFT നാഷണൽ ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം. 2 ലക്ഷത്തിൽ താഴെയുള്ള ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം NEFT വഴി പോകുന്നു. 2 ലക്ഷം അതിന് മുകളിലുള്ള തുക ട്രാൻസ്ഫർ RTGS കൂടെ പോകുന്നു. രണ്ടും ട്രാൻസ്ഫർ ആണ്. NEFTയുടെ പ്രത്യേകത, NEFT ട്രാൻസ്ഫർ പോകുന്ന ബാച്ചസ് ആയിട്ടാണ്. അതായത് 10, 15, 20, 30 ഉള്ള ബാച്ചസ്. അപ്പൊ നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്താൽ ഒരു 30 പേരിൽ വരുന്ന ബാച്ച് വന്നു കഴിയുമ്പോൾ അത് ഒറ്റ അടിയാൽ ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് അന്ന് തിരക്ക് കുറവുള്ള ദിവസമാണെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് ഫണ്ട് ട്രാൻസ്ഫർ ആയി പോകുന്നു. അതാണ് NEFTയുടെ പ്രത്യേകത. ഓക്കെ, ഈ വിദേശങ്ങളിലൊക്കെ ഇപ്പൊ സിനിമകളിലൊക്കെ കാണാം, ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോ അവരൊരു പ്ലേസ് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ മൊബൈല് അതിനകത്ത് വെക്കുക. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അക്കൗണ്ട്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ആ രീതിയിൽ ഫണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബാർകോഡിന്റെ കാര്യമാണ് പറയുന്നത്. ബാർകോഡ്, അതായത് നമ്മൾ കടകളിൽ സാധനം മേടിക്കാൻ പോകുമ്പോൾ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. ആ കടയിൽ നിന്ന് എടുക്കുന്ന സാധനം ഇങ്ങനെ അതിൽ വരയ്ക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും, ബില്ല് ഓട്ടോമാറ്റിക് ആയിട്ട് റൺ ചെയ്ത് വരും. ഈ സിസ്റ്റം ഈ ഇന്ത്യക്ക് വെളിയിൽ ബാർകോഡ് സിസ്റ്റം വളരെ എഫിഷ്യന്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയില് കാരണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ബാർകോഡ് സിസ്റ്റം ഉടനെ വരാൻ പോകുന്നു. ബാർകോഡ് സിസ്റ്റം കൂടെ വന്ന് നിങ്ങളുടെ മൊബൈൽ അതുമായിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾ എന്ത് സാധനങ്ങൾ മേടിക്കാൻ പോയി കഴിഞ്ഞാലും നിങ്ങളുടെ മൊബൈൽ അവിടെ ടച്ച് ചെയ്താൽ മതി. മൊബൈൽ അല്ല, നിങ്ങളുടെ കാർഡ് ടച്ച് ചെയ്താലും മതി. വളരെ ഈസിയാണ്. സമയത്തിന്റെ അഭാവം കിസാൻ ക്രെഡിറ്റ് കാർഡിന് ഡെബിറ്റ് കാർഡ് പോലത്തെ ഇൻഷുറൻസ് കവറേജ് ഇല്ല. പക്ഷെ കിസാൻ ക്രെഡിറ്റ് കാർഡിലെ കൃഷി എടുത്തിരിക്കുന്ന അതിന് ഇൻഷുറൻസ് ഉണ്ട്. ആ ആൾക്ക് ഇൻഷുറൻസ് ഇല്ല, പ്രത്യേകം കാർഡില്ല. ഒരു കാര്യം ഞാൻ മതിയല്ലോ, അങ്ങ് ഒരു 2 ദിവസം 5 ദിവസം നെറ്റിൽ കൂടി അവൈലബിൾ ആണ്. ആ നെറ്റിൽ കൂടി ഞങ്ങളുടെ മക്കളോട് എന്റെ ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. എന്റെ ഇമെയിൽ ID കൂടെ ഒന്ന് നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്റെ ഇമെയിൽ ID-യിൽ എന്നോട് ബന്ധപ്പെടാം. JAY6302@gmail.com. JAY6302@gmail.com. വളരെ പെട്ടെന്ന് 2-3 എണ്ണം കൂടെയാണ് ഉത്തരം പറയുന്നത്. ഒരാൾ ചോദിച്ചിട്ടുണ്ട്